ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ട് ഒരു ക്ലേ വെച്ചിട്ടാട്ടോ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാവണേ ഉള്ളൂ, ഫസ്റ്റത്തെ ആയതുകൊണ്ട് അത്ര ശരിയായിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്ന ക്ലേ വെച്ചിട്ടാട്ടോ. ഈ ക്ലേ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. കോൺഫ്ലവറും കുറച്ച് ഗമ്മും വൈറ്റ് കളർ പെയിൻറ്റും വിനാഗിരിയും കൂടി വെച്ചിട്ട് കേട്ടോ. അത് നല്ലോണം ശരിയായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ അതിൽ ഞാൻ കാറ്റ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനതിലിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പശ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീച്ച് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കത്രിക, ഗ്രീൻ ടാപ്പ്, ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തണ്ട് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ഗ്രീൻ കളർ വയർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടാപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടൂൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ടിഷ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. ഈ ക്ലേ നമുക്ക് നല്ലോണം ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞിട്ട് നല്ലോണം സെറ്റാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഇതിൽ വരരുത്. ഇത് നല്ല സെറ്റാക്കുമ്പോൾ ഒരു നൂല് പോലെ വലിഞ്ഞു വരുന്ന, നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ മാവ് കഴിക്കുമ്പോൾ നല്ല പദം വരില്ലേ, അതേപോലെ ഇത് നല്ലോണം ഇങ്ങനെ എത്രത്തോളം കശക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന അതിനുണ്ടോ ഇങ്ങനെ ഒരു വലിവ് വരും. അപ്പോൾ നമ്മൾ നല്ലോണം ഇതിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കല്ല കേട്ടോ നമ്മളിതിൽ ചെയ്യുക. കുറച്ച് ചെറുതായിട്ട് പെയിൻറ്റ് ഇതിൽ ഇതാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ലൈറ്റ് കളറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കാറ്റ് കൊള്ളാതെ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഈ കമ്പി കുറച്ചൊരു പച്ചയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉരുട്ടി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത്രയും കൂടി വെച്ചൊരു ഉണ്ടയാക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ റോസിൻ്റെ കുറച്ച് വലുപ്പം തോന്നാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടയാക്കി എടുത്താണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ട് എടുത്തു. ഇപ്പം നമ്മൾ ഇതേപോലെ ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് പശ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് റോസിൻ്റെ അതിൽ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടി കിടക്കുള്ളൂ കേട്ടോ. പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. ഞാൻ ക്ലേ വെച്ചിട്ട് ഒന്ന് ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് അത്ര ശരിയായിക്കൊള്ളുന്നില്ല, എന്നാലും എനിക്കറിയും പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ക്ലേ നമ്മൾ വെച്ചിട്ട് കുറച്ച് കോൺഫ്ലവർ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കയ്യിൽ ഒട്ടുന്ന സമയത്ത് ഒന്ന് തേച്ച് കൊടുത്താലും നമ്മുടെ കയ്യിൽ ഒട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് വെച്ച് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഉണ്ട് കേട്ടോ. ആ ഷീറ്റ് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ കട്ടിയില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. ആ ഭാഗം കുറച്ച് ഷേപ്പ് വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗത്ത് അത് പോവും. അതേപോലെ നമ്മളൊരു റോസിൻ്റെ ഒരു മുട്ട് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വലിയൊരു വിരിയാത്തൊരു മുട്ടുണ്ടാവില്ലേ, അധികം വിരിയാത്ത, അതേപോലെയാണ് കേട്ടോ. ഇവിടെ എൻ്റെ നാട്ടിലെ അംഗനവാടിയിൽ ഒരു പ്രവേശനോത്സവം ഉണ്ടായിരുന്നല്ലോ. അന്ന് എനിക്ക് ചെറിയൊരു അനുമോദനം തന്നു ഇവിടെ വാർഡ് മെമ്പറും
അംഗനവാടി ടീച്ചറും ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുകയെന്ന് പറയുമ്പോൾ ഒരു പൊന്നാട അണിയിച്ചു തന്നെ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ഇതേപോലെ നമ്മൾ റോസ് കുറച്ച് ഇതളിങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ പിന്നെ ഫസ്റ്റ് വലിപ്പ ചെറുപ്പം വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു മുട്ട് പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നതെല്ലാം ഒരേ വലുപ്പത്തിലായാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നന്നായിട്ട് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നവർ കുറേ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയും പോലെ നമ്മൾ സ്വന്തമായിട്ടൊരു ക്ലേ ഉണ്ടാക്കിയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഇതളുകൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് ഇതിലും കട്ടി കുറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒന്നും കൂടി സെറ്റാവാണ്ട്. അപ്പോൾ അത് സെറ്റാവുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായി അറിയണം. പക്ഷേ ഇന്നത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലവർ നമ്മൾ ഗമ്മിൽ കുഴച്ചിട്ട് വെള്ള പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഒറിജിനൽ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് അതിൽ കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് നന്നായി എടുത്തിട്ട് പിന്നെ താഴെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഇതിങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അത്ര പെട്ടെന്ന്. എന്നാലും നമുക്കിനി ക്ലേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ക്ലേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാനതിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു ബോർഡുണ്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത്. ആ ബോർഡ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയാൽ അതിൽ വെച്ചിട്ട് പരത്താവുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൽ വെച്ച് പരത്തിയെടുക്കാൻ പറ്റും. ഇത് കയ്യിൽ ഇങ്ങനെ ശരിക്ക് ഒട്ടി കിട്ടുകയാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല. നല്ല കനല്ലാതെ കിട്ടും ചെയ്യും. ഇത് കുറച്ച് കട്ടിയുണ്ട്, എന്നാലും പ്രശ്നമില്ല. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം പരത്തിയെടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൽ കുറച്ച് നേരത്തെ പശ പുരട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പം നമ്മളിനി ഒട്ടിക്കാനുള്ള ഒരു ഇതളെടുത്തിട്ട് അതിൽ കുറച്ച് പശ തേച്ചിട്ട് കുറച്ച് നല്ല പശ തേച്ച് കൊടുക്കുക. എങ്കിലും കേട്ടോ അതിൽ ഒട്ടുള്ളൂ. കുറച്ചിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ടിൻ്റെ രൂപത്തിൽ എന്താ ഇങ്ങനെ കേട്ടോ. ഇതേപോലെ അടുത്ത ഇതെല്ലാം കൂടി കുറച്ച് പശ തേച്ച് കൊടുക്കുക. പക്ഷെ ഇത് കുറച്ചും കൂടി തിക്ക് കുറഞ്ഞത് തിന്നാക്കിയിട്ട് നമ്മൾ പരത്തി വെച്ചാൽ ഒന്നും കൂടി കനം കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഭാഗം രണ്ടാമത്തെ അതിലിൻ്റെ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് വിടർത്തി വെച്ചിട്ട് ഈ മൂന്നാമത്തത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അടിവശമൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ ഇതെല്ലാം എടുത്തിട്ട് അതിലും കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ തുടങ്ങണം. ഈ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. ഇപ്പം എത്രത്തോളം ഇതൾ കൂടുന്നു വെച്ചാൽ അത്രത്തോളം ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിതിലിപ്പോൾ ഇതൾ അങ്ങനെ കൂട്ടിയെടുത്തിട്ടില്ല. ഇവിടെ മരം മുറിക്കിയ കാരണം ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ സൗണ്ട്. നേരത്തെ മഴയുടെ സൗണ്ടായിരുന്നു, മഴ കുറഞ്ഞപ്പോൾ മരത്തിൻ്റെ സൗണ്ടായി. ഇപ്പം ഇതും
നമ്മളിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് അതിലിങ്ങനെ മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് വിടർത്തി വയ്ക്കുക. ഈ ഒരു ഇതളും കൂടെ ഉള്ളൂ, ഇതിനും കൂടെ അപ്പം നമ്മളെല്ലാ ഇതളും ഇവിടെ വെക്കൽ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിങ്ങനെ കൊടുത്തിട്ട് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു പണി വേറുണ്ട്. ഇനി കുറച്ച് ക്ലേ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രീൻ കളർ കൊടുത്തിട്ട് ഇതും അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഉരുട്ടി കുഴച്ചെടുക്കണം, എന്നാലാണ് എല്ലാ സ്ഥലത്തേക്കും ഈ ഗ്രീൻ കളർ പിടിക്കുള്ളൂ കേട്ടോ. കൈമ ഒട്ടുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ തേക്കുന്നവരും ഉണ്ട് കേട്ടോ. ഓയിലാകുമ്പോൾ ഒന്നും കൂടി ലൂസാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓയിലാക്കാത്തത്. അല്ലെങ്കിൽ സെബോളിൻ ഉണ്ടല്ലോ, വാസലിൻ, അതൊക്കെ പുരട്ടിയിട്ട് ലൂസാക്കുന്നുണ്ട്. പക്ഷെ ടൈറ്റ് ആകുമ്പോൾ ലൂസാക്കാൻ നല്ല. നമുക്ക് കയ്യിൽ ഒട്ടുന്ന സമയത്താകുമ്പോൾ കോൺഫ്ലവർ കുറച്ച് തേച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് ഈ ഷേപ്പിലാക്കുക. അത് കഴിഞ്ഞ് കത്രികയും കൊണ്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വെട്ടിട്ട് കൊടുക്കുക. ഇത് നമ്മൾ അതിൻ്റെ അടിയിൽ തണ്ടിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പം അങ്ങനെ 3-4 പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടി കുറച്ച് പശ അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്ക് നല്ല കുറച്ചും കൂടി കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഫസ്റ്റിലൊന്ന് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഒന്നും ശരിയാവാണ്ടല്ലോ. അതേപോലെ ഇത് 2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി കനം കുറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ശരിയാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തണ്ട് നമ്മൾ ഈ റോസിൻ്റെ തണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഈ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇലതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇല റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഇല കേട്ടോ. അതാണ് ഞാനിതിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ക്ലേ വെച്ചിട്ട് തന്നെ ഈ ഇല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ അച്ച് വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടാപ്പ് ചുറ്റുന്നത് എന്തിനാ വെച്ചാൽ ഈ ഇല ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് കമ്പിയുടെ മുകളിലേക്ക് ആ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പൈപ്പ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് ഉണങ്ങാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടാതിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് അറിയും പോലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ റോസാപ്പൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ക്ലേ വെച്ച് ഉണ്ടാക്കിയ പാടന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം. താങ്ക് യു.